മലപ്പുറം മഞ്ചേരി ചെരണിയിലെ കെട്ടിടത്തിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തി. 2 മാസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ്. മനുഷ്യന്റേതാണെന്നാണ് പ്രാഥമികമായ നിഗമനം. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, ഇത് ആൾപ്പാർപ്പില്ലാത്ത അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കാത്തൊരു കെട്ടിടമാണോ? എപ്പോഴാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്? സുഹേൽ, അതിലാണ് ഒരു അസ്വാഭാവികത ഉള്ളത്. ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ഈ വാഹനങ്ങളുടെ പാർട്സ് ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന ബിൽഡിംഗ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് ഈ പുറത്തു വരുന്നത്. ആ ബിൽഡിംഗിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്ന അവിടെയുള്ള അതിൽ തൊഴിലാളികളാണ് ഈ കാര്യം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ഇത് മനുഷ്യന്റേതാണ് എന്ന് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ നാളെ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അസ്ഥികൂടത്തിന് 2 മാസത്തിലധികം പഴക്കമുണ്ട് എന്നും പോലീസ് പ്രാഥമികമായി പറയുന്നു. അതും നാളെ ഫോറൻസിക് പരിശോധനാ ഫലം സംഘം പരിശോധന നടത്തിയ ശേഷം മാത്രമേ അതിനൊക്കെ നമുക്ക് ഒരു ഉറപ്പ് നൽകാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിന് മുകളിൽ 2 മാസത്തിലധികം നാളായിട്ട് ഇത്തരത്തിൽ ഒരു അസ്ഥികൂടം കിടക്കുന്നത് കണ്ടിട്ടും അതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു മണമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ബിൽഡിംഗിന്റെ മുകളിലത്തെ നിലയിൽ അതിൽ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മഞ്ചേരി പോലീസാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടത്തുകയും ആ വിവരങ്ങൾ നമുക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ 10 മണിയോടുകൂടി ഫോറൻസിക് സംഘം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വയം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ താമസിക്കുന്നുണ്ട്. എന്നിട്ടും 2 മാസമായ ഒരു മൃതദേഹം അവിടെ കിടന്നിട്ട് ആരും അറിഞ്ഞില്ലേ? 2 മാസത്തിന് ശേഷം അഴുകിയ നിലയിൽ അസ്ഥികൂടമായി മാത്രമാണ് കണ്ടെത്താനായത്. ദുരൂഹതകളേറെയുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.